ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പുതിയ അറിവുകൾ ലഭിക്കുകയാണ്. ഓരോ ദേശങ്ങൾക്കും ഓരോ വീടുകൾക്കും ഓരോ തറവാടുകൾക്കും ഓരോരുത്തർക്കും ഓരോരോ കഥകൾ. 16 ദേശങ്ങൾക്ക് 100-ലധികം കഥകൾ നമ്മൾ കേൾക്കുന്നു. എല്ലാ കഥകൾക്കും ചരിത്രവുമായി ബന്ധമുണ്ട്, ഐതിഹ്യങ്ങളുമായി ബന്ധമുണ്ട്. പ്രകൃതിയുടെ ദിവ്യശക്തിയായ മുത്തി എന്നെല്ലാവരും വിളിക്കുന്ന, എല്ലാ ദേശങ്ങളിലും മുത്തിയാണ്. അത് പ്രകൃതിയെയാണ് ആ മുത്തിയായിട്ട് ആരാധിക്കുന്നത്. അത്തരം ആരാധനകളുടെ, ആഘോഷങ്ങളുടെ, ആചാരങ്ങളുടെ, വിശ്വാസങ്ങളുടെ നമ്മളെ വല്ലാതെ ആകർഷിക്കുന്ന നാടിൻ്റെ കഥകൾ കേട്ട് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് മുപ്പുഴയിലെ ഗുഹകളിലാണ്. മുപ്പുഴ എന്ന പേര് നാട്ടുകാർ തമാശയ്ക്ക് പറയും, ഒരു പുഴ പോലും ഇല്ലാത്തടത്ത് മുപ്പുഴ എന്ന് വിളിക്കപ്പെടുന്നു. നമുക്കതങ്ങനെ തള്ളിക്കളയണ്ട. ഏതെങ്കിലും ഒരു സംസ്കൃതിയിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത മഹാസംസ്കാരത്തിൻ്റെ വിത്തുകൾ ഇവിടെയൊക്കെ ഇപ്പോഴും മുളയ്ക്കാതെ കിടക്കുന്നുണ്ടാകും. ചരിത്രം സംരക്ഷിക്കാൻ ബാധ്യതയുള്ളവർ ചരിത്രത്തെ സംരക്ഷിക്കുന്നു എന്ന് മാത്രമല്ല, ചരിത്രം തെറ്റായി വ്യാഖ്യാനിച്ച് തങ്ങളുടെ മഹത്വം പ്രകടമാക്കാൻ ശ്രമിക്കുന്ന ആധുനിക സാംസ്കാരിക ചരിത്രത്തിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗുഹ ഒരുപക്ഷെ അത് പഠനം നടത്താൻ ഭയപ്പെടുന്നവരുണ്ടായിരിക്കാം. കാരണം ഈ ഗുഹ നമുക്ക് പറഞ്ഞു തരുന്നത് മറ്റൊരു നാഗരികതയുടെ വലിയ കഥയായിരിക്കും. അപ്പം മുപ്പുഴ എന്ന് വിളിക്കപ്പെട്ടുവെങ്കിൽ ഇന്ന് മുപ്പുഴയിൽ കാണുന്ന വയലുകൾ ഒരു കാലത്ത് പുഴകളായിരുന്നിരിക്കാം. കേരളത്തിലെ ഏകദേശം വയലുകളൊക്കെ പുഴകളായിരുന്നു എന്നതിന് തെളിവുകളുണ്ട്. അപ്പോൾ മുപ്പുഴയിൽ കാണുന്ന ഈ വയലുകൾ ഒരു കാലത്ത് പുഴകളായിരുന്നിരിക്കാം. ഇവിടെ 3 പുഴകൾ സംഗമിച്ചിട്ടുണ്ടായിരിക്കാം. ആ പുഴയോരത്ത് വലിയൊരു നാഗരികത ഇവിടെ മുൻപുണ്ടായിരുന്നിരിക്കാം. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഈ ഗുഹ ഒന്നുകിൽ ഒരു തുരങ്കമുഖമായിരുന്നിരിക്കാം. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ചെറിയ ഗുഹയും നമ്മൾ കാണുന്നുണ്ട്. അതിലെ ഉള്ളിലേക്ക് നമ്മൾ ഗവേഷണം നടത്തി പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ആ ഗുഹ മറ്റൊരു നാഗരികതയിലേക്ക് നമ്മെ എത്തിച്ചേക്കാം. മനുഷ്യവാസം ഉണ്ടായിരുന്നു എന്നതിന് തെളിവുകൾ. പക്ഷെ പഠിക്കേണ്ടവർ കൃത്യമായി പഠിക്കുന്നില്ല, പറയേണ്ടവർ കൃത്യമായി പറയുന്നില്ല. ഒരു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പൈതൃക ടൂറിസത്തെ അവർക്ക് വളർത്താൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായും 100 കണക്കിന് ആളുകൾ ഇത്തരം സ്ഥലങ്ങൾ സന്ദർശിക്കാൻ വരും. അത് ഒരു ഗ്രാമത്തിൻ്റെ വികസനം. പൈതൃകത്തെക്കുറിച്ച് പറയുന്നവർ, പൈതൃകത്തെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ളവരൊക്കെ തന്നെ ഇതിനെ കൃത്യമായ പഠനങ്ങൾ നടത്തി നാളെയുടെ ഒരു കാഴ്ചയായി മുപ്പുഴയിലെ ഈ ഗുഹകൾ മാറട്ടെ എന്ന് ഗ്രാമഭാരതം ആഗ്രഹിക്കുന്നു. ഗ്രാമഭാരതം നിർമ്മിക്കാൻ പോകുന്ന അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞ ഒരു ഡോക്യു ഫിക്ഷൻ്റെ ഭാഗം കൂടിയാണ് ഈ പഠനങ്ങൾ.